ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കിഡിലൻ വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ്, അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ളത് തന്നെ എടുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളി ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഈ മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് നല്ലൊരു ഭംഗിക്കും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ചൊരു ചെറിയ ജീരകവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ഓരോരുത്തർക്ക് അളവ് ഡിഫറെൻ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ പഴുപ്പിനും അതുപോലെ ആ ഒരു ഏത് പഴമാണോ എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല. ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പക്കാരം. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് പഴത്തിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മിക്സ് ആക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഇതേ രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അരമണിക്കൂർ വെച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവി ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കേണ്ടത് ആ ഷേപ്പിലേക്കൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഏത് സൈഡിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഗോതമ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു.